ഹലോ എവരി വൺ. പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പം അവരുടെ അഭിരുചി അറിയാൻ വേണ്ടിയിട്ട് അവരെടുത്ത സാറ്റിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വളരെ ലോജിക്കലായിട്ട് നമുക്ക് എന്തു പറ്റും പറ്റില്ല, നമ്മുടെ അഭിരുചി ഇതിനോട് സ്യൂട്ടാകുമോ എന്ന് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യനിലും ഉണ്ടാകുന്ന 8 ആപ്റ്റിറ്റ്യൂഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ചില ആപ്റ്റിറ്റ്യൂഡുകൾ ന്യൂമറിക്കൽ അനലറ്റിക്കലായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡുകളാണ്. അതായത് നന്നായിട്ട് മാത്സും അബ്സ്ട്രാക്ഷനും ഉപയോഗിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് ന്യൂമറിക്കൽ റീസണിങ്, സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, അബ്സ്ട്രാക്ട് റീസണിങ്, മെക്കാനിക്കൽ റീസണിങ്. 2 ലാംഗ്വേജ് എക്സ്പ്രഷൻ ക്ലസ്റ്റർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്റ്റിറ്റ്യൂഡുകൾ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ ലാംഗ്വേജ് എക്സ്പ്രഷൻ ക്ലസ്റ്റർ ഉണ്ട്. അതായത് ഭാഷ ഉപയോഗിച്ച് എക്സ്പ്രസീവായിട്ട് ചെയ്യേണ്ട കുറച്ച് ആപ്റ്റിറ്റ്യൂഡുകൾ. ഒന്ന് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, വെർബൽ റീസണിങ് ഉണ്ട്, ഇമോഷണൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത് രണ്ടിനെയും സാറ്റ് ക്ലബ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ആപ്റ്റിറ്റ്യൂഡുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടാം, ഒന്ന് കുറയുമ്പോൾ മറ്റത് കുറയാം എന്നുള്ളൊരു കാര്യം. ഇനി പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു വേരിയബിളാണ്. അതിന് വേറെ ഒരു കാര്യത്തിനോട് അത്രയും കണക്ഷൻ ഉണ്ടെന്ന് നിർബന്ധമില്ല എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആദ്യം ഈ കുട്ടിയുടെ സ്ട്രെങ്ത് നോക്കുമ്പോൾ എന്താ, ന്യൂമറിക്കലും സ്പേഷ്യലും അബ്സ്ട്രാക്ഷനും ഹൈ ആണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അതായത് ന്യൂമറിക്കലും അബ്സ്ട്രാക്ഷനുമായിട്ടുള്ള ക്ലസ്റ്ററാണ് ഈ കുട്ടിയുടെ സ്ട്രോങ്, ലാംഗ്വേജ് എക്സ്പ്രഷൻ ഹെവിലി വീക്കാണ് എന്നൊരു കാര്യമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കുട്ടി ശരിക്കും മനുഷ്യനെ ഡീൽ ചെയ്ത് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കരിയറിനേക്കാളും സ്യൂട്ടബിൾ ആകുന്നത് അനലിറ്റിക്കലും അബ്സ്ട്രാക്ഷനും ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് എന്ത് പറ്റും പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ലോജിക്കലി ഡിറൈവ് ചെയ്യാം എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മളെല്ലാം കൺവെൻഷനലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻജിനീയറിങ് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. എൻജിനീയറിങ്ങിന് യൂഷ്വലി വർക്ക് ചെയ്യേണ്ടത് 1 ന്യൂമറിക്കൽ റീസണിങ്, 2 അബ്സ്ട്രാക്ട് റീസണിങ്, 3 മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ഇതാണ് സാറ്റിൻ്റെ കഴിഞ്ഞ 30 കൊല്ലത്തുള്ള ഡാറ്റ പറയുന്നത്. ഈ കുട്ടിയുടെ ന്യൂമറിക്കലും അബ്സ്ട്രാക്റ്റും സ്ട്രോങ് ആണ്, മെക്കാനിക്കൽ വീക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ കുട്ടി മെഷീൻസിനെ ലാർജായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്റർ ന്യൂമറിക്കലും അബ്സ്ട്രാക്ഷനും ആയിട്ടുള്ള, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ളൊരു സാധനം, ഡാറ്റ അനലിറ്റിക്സ് പോലുള്ളൊരു കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ളൊരു കാര്യം, വർക്കൗട്ടാകാം എന്നൊരു കാര്യമുണ്ട്. ഇനി രണ്ടാമത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിയുടെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്. സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ 3D കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു ഇൻഹറൻറ്റ് കപ്പാസിറ്റിയാണ്. അപ്പം എവിടെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് കൂടുന്നോ അവിടെ സാറ്റലൈറ്റ് പറയുന്ന ഒരു കാര്യം, ഇപ്പം ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ ഡിസൈനിങ്, അർബൻ പ്ലാനർ, അർബൻ ഡിസൈൻ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പറ്റില്ലേ എന്നൊരു കാര്യം. അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം നോക്കേണ്ടത് ഈ കുട്ടിയുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണ്. അപ്പം ആർക്കിടെക്ചർ പോലുള്ളൊരു കാര്യങ്ങൾ പറ്റില്ലേ എന്നൊരു കാര്യം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെർസെപ്ച്വൽ ആപ്റ്റിറ്റ്യൂഡ് യൂഷ്വലി പോസിറ്റീവ് ആകുന്നത് അത്യാവശ്യം വരയ്ക്കാനുള്ളൊരു കഴിവുണ്ടാകും എന്നുള്ള കാര്യമാണ്. അതിവിടെ നെഗറ്റീവാണ്. പക്ഷേ അത് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ടെക്നിക്കൽ ഡ്രോയിങ് പോലുള്ളൊരു സാധനങ്ങൾ ഏത് ആപ്റ്റിറ്റ്യൂഡും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഗീവൺ ആഡിക്കേറ്റ് സ്പേസ് ആൻഡ് ടൈം എന്നൊരു കാര്യം. ഇനി മൂന്നാമത് നമുക്ക് നോക്കാവുന്ന കാര്യം, യൂഷ്വലി അബ്സ്ട്രാക്ട് റീസണിങ് പോസിറ്റീവായി വരുന്നതിൻ്റെ അർത്ഥം സാറ്റിൻ്റെ ഡാറ്റ പറയുന്നത്, നിങ്ങൾക്കിപ്പം പ്യുവർ സയൻസ് പോലെയുള്ളൊരു കാര്യങ്ങൾ, റിസർച്ച് പോലെയുള്ളൊരു കാര്യങ്ങൾ, അതായത് അബ്സ്ട്രാക്ട് റീസണിങ് ശരിക്കും പറയുന്നത് നിങ്ങളൊരു കാര്യത്തെപ്പറ്റി മുമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു സാഹചര്യം കിട്ടിയാൽ ലോജിക്കായിട്ട് ഡിറൈവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റില്ലേ, മാത്സ് പഠിക്കാൻ പറ്റില്ലേ, സയൻസ് പഠിക്കാൻ പറ്റില്ലേ. ഇപ്പം പ്യുവർ സയൻസ്, റിസർച്ച് പോലെയുള്ളൊരു കുറേ കാര്യങ്ങൾ ഈ അബ്സ്ട്രാക്ട് റീസണിങ് ഡിനോട്ട് ചെയ്യും. അതും പോസിറ്റീവാണ് എന്നൊരു കാര്യമുണ്ട്. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ, അതായത് കണക്കിലെ പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള കഴിവ് നല്ലതാണ്. അപ്പം ആക്ച്വറിയൽ സയൻസ്, ഇക്കണോമെട്രിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഒരു ഓപ്ഷനല്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ക്ലബ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊരു കാര്യമുണ്ട്. ഇനി എന്ത് പറ്റില്ല എന്നുള്ളൊരു കാര്യം ഇപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരു കാര്യത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ കുട്ടിക്ക് ഡാറ്റ അനലിറ്റിക്സോ പ്യുവർ സയൻസോ ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം
നോളജ് കൂടെ വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾക്കത് ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ നോളജ് 0 ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ട് അല്ലാതെ സാറ്റിൻ്റെ നോളജ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉണ്ട്. അവിടെ നമ്മൾ ബേസിക്കായിട്ട് സയൻസിൻ്റെയും മാത്സിൻ്റെയും സ്കോർ എന്താണെന്ന് നമുക്ക് നോക്കുമ്പോൾ നോളജിൻ്റെ ഒരു അടയാളം കൂടെ കിട്ടും. നമുക്കിവിടെ കാണാൻ പറ്റും ഈ കുട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് മാത്സ് ആണ്, സയൻസ് ഈസ് ഓൾസോ പോസിറ്റീവ്. അതിൻ്റെ അർത്ഥം ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും പോസിറ്റീവ് ഉള്ള ഒരു കാര്യത്തിൽ നോളജും പോസിറ്റീവാണ് എന്നൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.